ഹായ് ഫ്രണ്ട്സ്, ഏക്രിറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ടൂ വീലറിൻ്റെ ചെയിൻ സ്പ്രോക്കറ്റ് റീപ്ലേസ് ചെയ്യാൻ പോവുകയാണ്. അതായത് പുറത്തുനിന്നൊരു മെക്കാനിക്കിൻ്റെ സഹായമില്ലാതെ എങ്ങനെ സിമ്പിളായിട്ട് ചില ടൂൾസ് ഉപയോഗിച്ച് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ വണ്ടിയുടെ ചെയിൻ സ്പ്രോക്കറ്റും അതായത് ടൂ വീലറിൻ്റെ ചെയിൻ സ്പ്രോക്കറ്റ് റീപ്ലേസ് ചെയ്യാമെന്ന് ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു ടൂ വീലറിൻ്റെ നോർമൽ ചെയിൻ സ്പ്രോക്കറ്റിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഏതാണ്ട് 10,000 മുതൽ 20,000 കിലോമീറ്റർ വരെ ആയിരിക്കും നോർമൽ കേസിൽ. ഞാനിപ്പോൾ നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത് ഹോണ്ടയുടെ CB Hornet 160R ചെയിൻ സ്പ്രോക്കറ്റുമാണ്. അപ്പോൾ ഇതിൻ്റെ ആവറേജ് നമുക്കിപ്പോൾ 15,000 കിലോമീറ്റർ ആവറേജ് ഈ ബൈക്ക് കവർ ചെയ്തിട്ടുണ്ട്. അപ്പം ഓൾമോസ്റ്റ് ഈ ഒരു സെഗ്മെൻറ്റ് ബൈക്കുകളൊക്കെ നോക്കുകയാണെങ്കിൽ അതായത് ഒരു 160cc to 200cc സെഗ്മെൻറ്റിലുള്ള ബൈക്കുകളൊക്കെ ഏതാണ്ട് 15,000 to 20,000 കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ടായിരിക്കും നമുക്ക് ചെയിൻ സ്പ്രോക്കറ്റ് റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരിക. ഇതിൽ നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. മാക്സിമം ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതായത് ചെയിൻ ലൂസായി കഴിഞ്ഞാൽ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിന് ശേഷമായിരിക്കും നമുക്കിതൊന്ന് റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പം ഇതിന് കുറച്ച് ടൂൾസ് ആദ്യം തന്നെ ആവശ്യമായിട്ടുള്ളതുണ്ട്. അതെന്തൊക്കെയാണെന്ന് ആദ്യം തന്നെ പരിചയപ്പെടാം. അപ്പോൾ ആദ്യം തന്നെ പറയുകയാണ്, നിങ്ങളിപ്പോൾ ഒരു ടൂ വീലർ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വണ്ടി ആയിക്കോട്ടെ, നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം വേണ്ടൊരു കാര്യമാണ് ടീ സ്പാനേഴ്സ്. എൻ്റെ കയ്യിൽ 8mm-ൻ്റെയും 10mm-ൻ്റെയും 12mm-ൻ്റെയും 3 ടീ സ്പാനേഴ്സ് ഉണ്ട്. അത് കൂടാതെ LN-കീൻ്റെ ഒരു സെറ്റും. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ബൈക്കുകളൊക്കെ ആണെങ്കിൽ ഫുൾ LN-കീ അല്ലെങ്കിൽ സ്റ്റാർ ബോൾട്ടാണ് വരുന്നത്. ഇത് മസ്റ്റാണ്. നമ്മുടെ ടൂ വീലറിൽ എന്ത് വർക്ക് ചെയ്യാനാണെങ്കിലും നമുക്കിത് ഈ ഒരു ടീ സ്പാനേഴ്സ് കൂടിയേ തീരുള്ളൂ. അതല്ല നിങ്ങളുടെ കയ്യിൽ ഒരു റെഞ്ച് സെറ്റ് മൊത്തമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ആ ഒരു ബോക്സ് ടൂൾ മൊത്തമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. പിന്നെ നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് നമ്മുടെ വീൽ സ്പാനർ വരുന്നത് 24mm ആണ് നമുക്ക് ഹോർനെറ്റിൽ വരുന്നത്. ഏതാണ്ട് 90mm മുതൽ 25mm വരെയൊക്കെ ആയിട്ടായിരിക്കും വീൽ ബോൾട്ട് വരിക. അതിന് ലോക്ക് ചെയ്ത് പിടിക്കാനായിട്ട് ഒരു ബോൾട്ട് ലോക്ക് ചെയ്ത് പിടിക്കാനായിട്ട് 19mm-ൻ്റെ ഒരു വീൽ സ്പാനർ, റിംഗ് സ്പാനറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 2 റിംഗ് സ്പാനേഴ്സാണ് നമുക്ക് വീൽ അഴിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ടൂൾസ്. അതിനുശേഷം നമുക്ക് ഈ ഒരു വീൽ അഡ്ജസ്റ്റ് ചെയ്യാൻ, അതായത് ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന അഡ്ജസ്റ്റർ ലൂസാക്കാൻ ആവശ്യമായിട്ടുള്ള 12mm-ൻ്റെയും 13mm-ൻ്റെയും ഓരോ റിംഗ് സ്പാനേഴ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് നമുക്ക് ആവശ്യമുള്ളൊരു ഘടകമാണ് ഗ്ലൗസ്. ഇത് ക്ലോത്തിൻ്റെ ഗ്ലൗസ് ആണ്. നിങ്ങൾ ഏത് തരത്തിലുള്ള വർക്ക് ആയിക്കോട്ടെ, ഇപ്പോൾ ഈവൻ ചെയിൻ ലൂബ് ആണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു ഗ്ലൗസ് മസ്റ്റായിട്ട് ധരിക്കണം. 2 കാര്യങ്ങളുണ്ട്. സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു ഗ്ലൗസ് ധരിക്കുന്നത്. ചെറിയ രീതിയിലുള്ള ഒരു പരിധി വരെയുള്ള മുറിവുകളും കാര്യങ്ങളൊക്കെ ഈ ഒരു ഗ്ലൗസ് ധരിക്കുന്നത്, പ്രത്യേകിച്ച് ചെയിനിൻ്റെ ഭാഗത്ത് വലിയ ഡേഞ്ചർ ആയിട്ടുള്ളൊരു ഘടകമാണ് ചെയിൻ എന്ന് പറയുന്നത്. അവിടെ ഇപ്പം ഈവൻ ചെയിൻ ലൂബ് ആണെങ്കിൽ കൂടെ നമുക്ക് ഈ ഒരു ഗ്ലൗസ് എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഇതൊരു സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ഒരു വർക്ക് ചെയ്യുമ്പം ടോട്ടൽ ഈ ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഈ ടോട്ടൽ വർക്ക് മൊത്തം ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 16mm-ൻ്റെ ഒരു ബോക്സ് സോക്കറ്റും 17mm-ൻ്റെ ഒരു ഡബിൾ എൻ സ്പാനറും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ള ടൂൾസ് എന്തൊക്കെയാണെന്ന് നിങ്ങളിപ്പോൾ പരിചയപ്പെട്ടു. ഇനി നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹോണ്ടയുടെ CB Hornet 160R ചെയിൻ സ്പ്രോക്കറ്റാണ് ഇന്ന് നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്. ഇത് 2017 മോഡലാണ്. അപ്രോക്സ് 15,000 കിലോമീറ്റർ ഇപ്പോൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് വീലിനെട്ട് അഴിച്ച് റിയർ വീൽ പുറത്തേക്ക് എടുക്കുക എന്നതാണ്. 24mm-ൻ്റെ റിംഗ് സ്പാനർ വെച്ച് വീലിനെട്ട് ലൂസാക്കുക. അതിനുശേഷം ആക്സൽ ബോൾട്ട് ലോക്ക് ചെയ്ത് പിടിച്ച് നമുക്ക് വീലിനെട്ട് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ചെയിൻ അഡ്ജസ്റ്ററിനായിട്ട് ലൂസ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഈ ചെയിൻ്റെയും സ്പ്രോക്കറ്റിൻ്റെയും കണ്ടീഷൻ നിങ്ങൾക്ക് കാണാം. ഓൾമോസ്റ്റ് സ്പ്രോക്കറ്റിൻ്റെ ടീത്തൊക്കെ തേയ്മാനം സംഭവിച്ചിട്ടുണ്ട്. ടീത്തിൻ്റെ ഫേസ് ഷാർപ്പ് എഡ്ജസായി ഫോം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് സ്പ്രോക്കറ്റിൻ്റെ കവർ റിമൂവ് ചെയ്യാം. അതിനായി
സ്പ്രോക്കറ്റ് കവറിൻ്റെ മുകളിലും താഴത്തുമായി 2 8mm ബോൾട്ട് വരുന്നുണ്ട്. ഞാൻ 8mm ടീ സ്പാനർ വെച്ചാണ് ഇത് അഴിക്കുന്നത്. ചെയിൻ ലൂബും ഡസ്റ്റും മിക്സായി ഫുൾ ചെളിഞ്ഞിറക്കിയിരിക്കുകയാണ്, നിങ്ങൾക്കിവിടെ കാണാം. അപ്പോൾ നമുക്കിത് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുള്ളതുണ്ട്. റിയർ വീൽ പുറത്തേക്ക് എടുത്തതിന് ശേഷം റിയർ സ്പ്രോക്കറ്റ് നമുക്ക് റിമൂവ് ചെയ്യാം. അതിനടിയിലായി റബ്ബർ ഡാമ്പേഴ്സ് കാണാം. ചെയിൻ സ്പ്രോക്കറ്റ് റീപ്ലേസ് ചെയ്യുമ്പം ഈ ഡാമ്പർ കൂടെ മാറ്റാൻ ശ്രമിക്കുക. സ്പെയർ പാർട്സ് വാങ്ങുമ്പോൾ എപ്പോഴും ജെന്യുവൻ തന്നെ വാങ്ങുക. 1232 രൂപയാണ് ഈ വാഹനത്തിൻ്റെ ചെയിൻ സ്പ്രോക്കറ്റിൻ്റെ റേറ്റ് വരുന്നത്. കൂടാതെ റബ്ബർ ഡാമ്പർ കൂടെ ഞാൻ ഇതിനോടൊപ്പം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ചെയിൻ. ഒപ്പം തന്നെ നമുക്ക് സ്പ്രോക്കറ്റും കാണാം. പഴയ സ്പ്രോക്കറ്റും പുതിയ സ്പ്രോക്കറ്റും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണാം. ചെയിൻ ഓൾറെഡി ഗ്രീസ് പാക്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഡാമ്പർ റീപ്ലേസ് ചെയ്യാം. അതിനുശേഷം റിയർ സ്പ്രോക്കറ്റ് റീപ്ലേസ് ചെയ്യാം. സെവൻറ്റീൻ mm 4 നെറ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പ്രോക്കറ്റ് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഫ്രണ്ട് സ്പ്രോക്കറ്റ് 10 mm 2 ബോൾട്ട് റിമൂവ് ചെയ്ത് ലോക്ക് വാഷർ എടുത്താൽ നമുക്ക് പുറത്തേക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഈ ചെയിൻ ഡിസ്കണക്ട് ചെയ്യാവുന്നതാണ്. അതിനായി നമുക്കിവിടെ ഉള്ള ഈ ഒരു ചെയിൻ ലോക്ക് റിമൂവ് ചെയ്ത് അഴിച്ചെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫ്രണ്ട് സ്പ്രോക്കറ്റിൻ്റെ ഭാഗത്തെ കുറേ അധികം ചളി നമുക്ക് കാണാം. ചെയിൻ ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗം കൂടെ ക്ലീൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം മൊത്തമായിട്ട് ഡീസൽ വെച്ച് ക്ലീൻ ചെയ്ത് കുട്ടപ്പനാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ചെയിൻ്റെ ട്രാക്ക് കൂടെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പുതിയ സ്പ്രോക്കറ്റ് ഇടാം. ഈ പുതിയ ചെയിൻ ഒരു ക്ലോസ്ഡ് ലൂപ്പാണ്. അതായത് ഇതിന് പഴയ ചെയിനിലുണ്ടായിരുന്ന പോലെ ഒരു ലോക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സൈഡിലുള്ള കേസ് അഴിച്ചാൽ മാത്രമേ നമുക്ക് ഈ ചെയിൻ ഇടാനായിട്ട് സാധിക്കുകയുള്ളൂ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ഗിയർ ഷിഫ്റ്റ് ലിവർ റിമൂവ് ചെയ്ത് കവർ ഫ്രെയിമിൻ്റെ താഴെ ആയിട്ടുള്ള LNQ ബോൾട്ട് അഴിക്കുക. അതിനുശേഷം ഫുട് റെസ്റ്റിൻ്റെ ഈ ഒരു ഭാഗം അഴിച്ചെടുക്കണം. ഇനി ചെയിൻ ഇട്ടതിന് ശേഷം സ്വിംഗ് ആം ആക്സിൽ ബോൾട്ട് ഇടാം. ഈ ഒരു ബോൾട്ട് ഞാൻ 16 mm ബോക്സ് സോക്കറ്റ് L ഷേപ്ഡ് സോക്കറ്റ് റോഡിൽ കണക്ട് ചെയ്താണ് ടൈറ്റ് ചെയ്തത്. അതിനുശേഷം നമുക്ക് ഫ്രണ്ട് സ്പ്രോക്കറ്റ് ഫിറ്റ് ചെയ്യാം.
അടുത്ത സ്റ്റെപ്പായി ഗിയർ ഷിഫ്റ്റ് ലിവർ അറ്റാച്ച് ചെയ്യാം. ലാസ്റ്റ് പ്രൊസീജിയറായി നമുക്ക് പിൻ വീൽ സ്പ്രോക്കറ്റ് ചെയിനുമായി കണക്ട് ചെയ്തതിനു ശേഷം ബോൾട്ട് ഇട്ട് വീൽ നട്ട് ടൈറ്റ് ചെയ്യാം. അതിനുശേഷം ചെയിൻ ഗാർഡും ഫ്രണ്ട് സ്പ്രോക്കറ്റിൻ്റെ കവറൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജ് എന്നത് ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യലാണ്. ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ചെയിൻ ഫുൾ ടൈറ്റ് ചെയ്യാൻ പാടില്ല. ഓരോ വാഹനത്തിനും കൃത്യമായ ഫ്രീ പ്ലേ കൊടുത്തിട്ടുണ്ട്, ചെയിൻ്റെ ഫ്രീ പ്ലേ കൊടുത്തിട്ടുണ്ട്. അത് എത്രയാണെന്ന് മനസ്സിലാക്കി അത് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തത് നമ്മുടെ 2 വീലറിൻ്റെ ചെയിനും സ്പ്രോക്കറ്റും റീപ്ലേസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഞങ്ങളുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നവരേക്കും ദിസ് ഈസ് അർജുൻ സൈനിങ് ഓഫ്.